സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണെന്ന് തോന്നുന്നു, ഫ്രണ്ട് ആപ്പിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പം ഞാൻ 2-3 പേരെ വെച്ചാണ് വീഡിയോ ചെയ്തത്. അവർക്കാണെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ള റീച്ച് ഉള്ളത്. അപ്പം അവരുടെ പേരാണ് കൂടുതലായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടത്. അപ്പോൾ അവരുടെ ഇത് വെച്ച് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ മാത്രമല്ല, ഇഷ്ടം പോലെ പേര് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇത് എന്ത് തരം, അതായത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എന്നും പറഞ്ഞാണ് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു 18+ അഡൽട്ട് ആപ്പാണ്. അഡൽട്ട് ആപ്പെന്ന് എവിടെയും പറയുന്നില്ല. അതിൽ അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പേയ്മെൻ്റ് ഉണ്ട്, എന്നാൽ പെണ്ണുങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല. പെണ്ണുങ്ങൾക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ കോമഡി എന്തെന്ന് പറഞ്ഞാൽ, പ്രൊമോട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസേഴ്സും ഇത് 18+ ആപ്പാണെന്ന് എവിടെയും പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാം. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്പ് പോലെയല്ല ഇത്. ഇതിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും അവർ ആരും ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 പേരെ വെച്ചാണ് വീഡിയോ ചെയ്തത്. അതിൽ ഞാൻ നോക്കിയപ്പം ജാസ്മിൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ പോസ്റ്റ് ഞാൻ എന്തായാലും ഇവിടെ വയ്ക്കാം. ബെസ്റ്റ് ഫീലിംഗ് എവർ ഈസ് റിയലൈസിങ് യു ഡോണ്ട് കെയർ എനിമോർ. ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന ശേഷം പുള്ളിക്കാരി ഇട്ട സ്റ്റോറിയാണ്. പുള്ളിക്കാരി ചിലപ്പോൾ ഇത് ബേസ് ചെയ്താണ് ഇട്ടതോ അതോ വേറെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ബേസ് ചെയ്താണോ ഇട്ടതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ബേസ് ചെയ്താണ് ഈ സ്റ്റോറി ഇട്ടതെങ്കിൽ വളരെ മോശമാണ്. നിങ്ങളെ ഫോളോവേഴ്സിനെ കുഴിയിൽ ചാടിച്ചിട്ട് ഐ ഡോണ്ട് കെയർ എന്നും പറഞ്ഞിരിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുക. നിങ്ങളെ ഈ ഒരു ലെവലിൽ, അതായത് ഒരു സെലിബ്രിറ്റി ലെവലിൽ ഉയർത്തിയത് നിങ്ങളെ ഫോളോവേഴ്സാണ്. നിങ്ങളുടെ കണ്ടൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ കൂടെ കൂടിയവരാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അവരെ എല്ലാവരെയും ഇങ്ങനത്തെ ഒരു ആപ്പിൽ കുടുക്കി പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇത് മാത്രമേ എല്ലാവരും ചോദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റോറി ഐ ഡോണ്ട് കെയർ എന്ന് നിങ്ങൾ ഇട്ടത് ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൽ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് ഡോണ്ട് കെയർ എന്ന രീതിക്കാണ് നിങ്ങൾ ഇട്ടത് എങ്കിൽ അത് വളരെ മോശമാണ്, ഭയങ്കര മോശമാണ്. കാരണം നിങ്ങളെ ഫോളോവേഴ്സിനോട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന്. ജാസ്മിൻ എന്തായാലും കൂടുതൽ ചെയ്യുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാറില്ല. ഫാമിലി വ്ളോഗ്, ബ്യൂട്ടി വ്ളോഗ് അതൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. പക്ഷേ ഞാൻ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് പുള്ളിക്കാരിയെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് പുള്ളിക്കാരി ഒരു ബ്യൂട്ടി വ്ളോഗറാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനെ കൊളാബ് ചെയ്യുന്ന കുറേ ക്രീം, കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അത് എന്ത് വിശ്വസിച്ച് ആൾക്കാർ വാങ്ങിക്കും? അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ല എങ്കിൽ എങ്ങനെയാണ് അവരത് വാങ്ങിക്കാൻ പോകുന്നത്? നാളെ അങ്ങനത്തെ ക്രീമോ ലോഷനോ എന്തെങ്കിലും യൂസ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾ ഇത് തന്നെയാണോ പറയാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സും നിങ്ങളുടെ ഫോളോവേഴ്സിനോട് ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തായാലും അതിനെല്ലാം വിപരീതമായി നമ്മുടെ തനി മലയാളി പുള്ളിക്കാരിയെ ഞാൻ എൻ്റെ വീഡിയോയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്സ് നമുക്ക് കാണാം. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷം മുന്നെയാണ് ഈ ഒരു ആപ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡിനായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു. ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് ഒരു ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോസിലും ഡേറ്റിങ്ങും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്തുന്ന ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊന്നും എനിക്ക് ആ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട് 1.5 വർഷം മുമ്പാണ് ഈ ഒരു ബ്രാൻഡ്, അതായത് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആളുകൾ കൊളാബ് ചെയ്യാനായിട്ട് പുള്ളിക്കാരിയെ സമീപിക്കുന്നത്. പക്ഷേ അത് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടും ഒരു തരത്തിലുള്ള നെഗറ്റീവും അതിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇതുപോലെ, അതായത് ഡേറ്റിംഗ് ആപ്പ് പോലത്തെ ഒരു ആപ്പിൽ നിന്ന് പുള്ളിക്കാരിയാണ് പറയുന്നത് ഡേറ്റിംഗ് ആപ്പാണെന്ന്. പക്ഷേ അത് ഡേറ്റിംഗ് ആപ്പല്ല, അഡൽട്ട് ആപ്പാണ്. അത് യൂസ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും ആരിൽ നിന്ന് നേരിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരിയുടെ സൈഡ് ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും, മേ ബി. പക്ഷേ അറിയാലോ, ഒരു ഗേൾ അക്കൗണ്ട് തുടങ്ങി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐഡി തുടങ്ങിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാം
എന്തുമാത്രം കോഴികളാണ് മെസ്സേജ് അയക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ആപ്പിൽ റിയലായിട്ടുള്ളൊരു വുമൺ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പേഴ്സ്പെക്റ്റീവാണ്, നിങ്ങളെല്ലാവരും ഇതിനോട് യോജിക്കണം എന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയിൽ ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-2 സ്ക്രീൻഷോട്ട്സ് എനിക്കെന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും 3 തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത്. അതിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് മുന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ല. അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഏതോ ഒരു ലേഡി കുറച്ച് പേര് ലിങ്ക്സ് ഒക്കെ അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ നടക്കുന്നുണ്ടെന്ന്. അതിനുശേഷം കൊളാബറേഷനൊന്നും പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്തില്ല. വളരെ നല്ല കാര്യം. അക്സെപ്റ്റ് ചെയ്തില്ല, പുള്ളിക്കാരുടെ ഭാഗത്താണ് തെറ്റെന്ന് പുള്ളിക്കാർ സമ്മതിക്കുകയും ചെയ്തു. പലരെയും പോലെ ഐ ഡോണ്ട് കെയർ എന്ന രീതിയിലൊന്നും നിന്നിട്ടില്ല. വീഡിയോ ഇട്ട്, പക്ഷേ അതിൻ്റെ ഇടയിലും പുള്ളിക്കാരിയെ തന്നെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തില്ല, ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ട് ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരിയെ വീഡിയോസ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ ആപ്പൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ. വളരെ നല്ല കാര്യം. ഒരു തെറ്റ് പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വളരെ നല്ല കാര്യം. ഞാൻ പിന്നെയും പറയുന്നു, ഒരു തെറ്റ് പറ്റിയ മനുഷ്യരാണ്, തെറ്റ് പറ്റുക. ഈ പറയുന്ന എനിക്കായാലും പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുക. എനിക്കിങ്ങനെ തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ജാസ്മിനെ പോലുള്ള ഒരു സ്റ്റോറി ഇടുന്നതുകൊണ്ടില്ല. ഞാൻ പിന്നെയും പറയുന്നു, ഈ ഒരു പ്രശ്നം റിലേറ്റ് ചെയ്താണ് പുള്ളിക്കാർ സ്റ്റോറി ഇട്ടതെങ്കിൽ ഭയങ്കര മോശമാണ്. സ്വന്തം ഫോളോവേഴ്സിനോട് ചെയ്യുന്ന ഭയങ്കര വലിയ തെറ്റ് തന്നെയാണ്. കാരണം എന്തുമാത്രം ഫോളോവേഴ്സാണ് ഉള്ളതെന്ന് പുള്ളിക്കാരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് തനി മലയാളി പുള്ളിക്കാർ വന്ന് പുള്ളിക്കാരുടെ സൈഡ് എന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും അങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം.